ഡോക്ടറെ, ചൂട് കാരണം എ സി ഇല്ലാതെ പറ്റുന്നില്ല. നൈറ്റ് ഫുള്ളാ കുഞ്ഞിനെ എ സിയിലാണ് കിടത്തുന്നത്. ഇത് കുഞ്ഞിന് പനിയും ജലദോഷവും ഒക്കെ ഉണ്ടാവാനുള്ള കാരണമാവില്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഫുൾ ടൈം കുഞ്ഞുങ്ങളെ എ സിയിൽ കിടത്തുമ്പോഴത്തേക്കും അവർക്ക് പനിയും ജലദോഷവും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവർക്ക് ഈ കോൾഡ് എയർ വരുമ്പോഴത്തേക്കും കുറച്ച് അധികം എഫേർട്ട് എടുക്കേണ്ടി വരും അവരുടെ പ്രതിരോധ ശേഷിനെ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട്. പിന്നീട് വരുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പൊ അലർജി, ആസ്മ പോലെയുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികളാണെങ്കിൽ ഈ തണുത്ത എയർ ചെല്ലുമ്പോഴത്തേക്ക് ഇവരുടെ നേസൽ പാസേജസ് കംപ്ലീറ്റ് ഡ്രൈ ആയി മാറും. അപ്പൊ എന്താ സംഭവിക്കുക? അലർജിയും ആസ്മയൊക്കെ കൂടാനുള്ള സാഹചര്യം ഉണ്ടാവും. ഈ എ സിയിൽ ബാക്ടീരിയയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യാനും അങ്ങനെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. എങ്ങനെ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാൻ പറ്റും എന്നറിയാമോ? ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എ സിയുടെ ടെമ്പറേച്ചർ ഒരു 25-നും 27-നും ഇടയ്ക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, ആ ഒരു ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ്. പിന്നീട് ചെയ്യാൻ പറ്റുന്ന കാര്യം വെന്റിലേഷൻ പ്രോപ്പർ ആക്കുക. അത് രാവിലെയുള്ള സമയങ്ങളിലാണെങ്കിലും ജനലൊക്കെ തുറന്നിട്ട് ഒന്ന് ഫ്രഷ് എയർ കയറത്തക്ക രീതിയിലേക്ക് ഒന്ന് ആക്കിയെടുക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പലരും ചെയ്യാൻ മറന്നു പോകുന്നതും മടിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് എ സിയുടെ ഫിൽട്ടർ ക്ലീൻ ആക്കുക എന്നുള്ളത്. കാരണം സകല പൊടിയും അഴുക്കും എല്ലാം ആ ഫിൽറ്ററിൽ ഡിപ്പോസിറ്റ് ചെയ്ത് നിൽക്കും. അപ്പൊ നമ്മൾ വല്ലപ്പോഴും സർവീസിന്റെ ടൈമിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ അത് ക്ലീൻ ആക്കുക. അങ്ങനെ പോരാ, ചൂടുകാലം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ എ സിയുടെ ഫിൽറ്റർ ക്ലീൻ ചെയ്തിരിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തണം. പ്രത്യേകിച്ച് ഇതുപോലെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ. ഓക്കെ.